ധനം, ഭാഗ്യം, ഐശ്വര്യം ഇവയുടെയൊക്കെ ഗ്രഹമായ വ്യാഴം ഇപ്പോൾ കർക്കിടകൻ രാശിയിലാണുള്ളത്. ജൂൺ 18-ാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിലുള്ള പുണർദം നക്ഷത്രത്തിൽ നിന്ന് വ്യാഴത്തിന്റെ ഉച്ച നക്ഷത്രമായ പൂയം നക്ഷത്രത്തിലേക്ക് നക്ഷത്ര പരിവർത്തനം നടത്തും. ഓഗസ്റ്റ് 19 വരെ പൂയം നക്ഷത്രത്തിലാണ് വ്യാഴമുണ്ടാവുക. പൂയം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയാണ്, ദേവത ബൃഹസ്പതിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും പുതിയ മാറ്റങ്ങൾ ഉണ്ടാവും. ദൈവഭക്തി വർദ്ധിക്കും, പോസിറ്റീവ് ഫലവും ഭാഗ്യവും വർദ്ധിക്കും. നല്ല ക്ഷമയോടെ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. നല്ല തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നല്ല തിരിച്ചറിവുണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം കിട്ടും. ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ കുറയും. തൊഴിൽ പുരോഗതി, സാമ്പത്തിക നേട്ടങ്ങൾ, ഭാഗ്യവർദ്ധനവൊക്കെ ഉണ്ടാകും. വ്യാഴം പൂയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുരുപുഷ്യയോഗം എന്നൊരു രാജയോഗം കിട്ടും. പൂയം നക്ഷത്രക്കാർക്കൊക്കെ ഇതിന്റെ പോസിറ്റീവ് ഫലവും ഭാഗ്യവും വർദ്ധിക്കും. ഒപ്പം തന്നെ 5 രാശിക്കാർക്ക് കൂടി ഗുരുപുഷ്യ രാജയോഗത്തിന്റെ ഫലമായിട്ട് ഭാഗ്യവർദ്ധനവ് ഉണ്ടാവും. അപ്പോൾ ആരൊക്കെയാണ് ആ രാശിക്കാരെന്ന് നോക്കാം. മിഥുനൻ രാശിക്കാരായ മകീരം, തിരുവാതിര, പുണർദ നക്ഷത്രക്കാർ, കന്നി രാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ, വൃശ്ചികൻ രാശിക്കാരായ വിശാഖ, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ, മകരൻ രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ, മീനൻ രാശിക്കാരായ പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്